നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം കൂടൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ഇവിടെ ഒരു അമ്മയും കൊച്ചുങ്ങളും ഈ ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ അറിഞ്ഞു. അപ്പൊ അത് അന്വേഷിച്ചാണ് നമ്മൾ എത്തിയത്. അപ്പൊ എന്തായാലും നമ്മൾ അവരോട് തന്നെ എന്റെ കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി, എന്താ സംഭവം എന്ന് പറയാമോ? ഇത് സംഭവം അയൽവാസിയുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ വീട്ടിലെ സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊരു ക്യാമറ വെച്ചിരുന്നു. ആ ക്യാമറ വെച്ചതിന്റെ അത് നമ്മൾ വെച്ചിരുന്നത് നവംബർ ആദ്യമാണ് ക്യാമറ വെച്ചത്. ആ സമയത്തൊന്നും ഇവർക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കോൺഗ്രസില് ഈ പറഞ്ഞ പുള്ളിക്കാരന്റെ സഹോദരി വാർഡ് മെമ്പറായിട്ട് സ്ഥാനം എടുത്തതിന്റെ പിറ്റേന്ന് മുതൽ ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കാർ വഴി കിടപ്പുണ്ടായിരുന്നു. ആ കാറിനെ സംബന്ധിച്ച് ചേട്ടൻ ജോലി ചെയ്യുന്നിടത്ത് വരെ ചെന്ന് ഈ സംസാരവും കാര്യങ്ങളുമായി അത് മാറ്റത്തില്ല, അത് ആർക്കും പ്രശ്നമില്ല എന്ന് കണ്ടപ്പം ഈ ജനുവരി 6-ാം തീയതി അന്ന് നമ്മൾ ക്യാമറ വെച്ചത് അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള രീതി കൂടൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അന്ന് ഞങ്ങൾ അതേസമയം പുനലൂർ അരിയം മരിച്ചതിന്റെ ചടങ്ങ് അന്നായിരുന്നു ചിതകത്തിയിൽ. ആ സമയത്ത് അവിടെ ആയിരുന്നു. ഞങ്ങൾ ആ സമയത്ത് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും അതിന്റെ പിറ്റേന്ന് ചേട്ടൻ വിഷല് കൊണ്ടുവന്ന് കാണിച്ചു. അന്നേരം പറ്റത്തില്ല, അത് മാറ്റി തന്നെ വേണോന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം ദിവസം ഞങ്ങൾ രാത്രി വന്ന് അവിടെ തൽക്കാലം ഞങ്ങൾ ക്യാമറ മാറ്റുന്നിടം വരെ ഒരു കമ്പ് വെട്ടി ഞങ്ങളുടെ ബാത്റൂമിനെക്കാട്ട് ഹൈറ്റിൽ ടാർപ്പ വലിച്ചു കെട്ടി. അതും കഴിഞ്ഞു. അതിന്റെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേന് അതും പോലീസുകാർ വരുന്ന 3-4 പോലീസുകാർ വരച്ച് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വരുവാ ഈ ക്യാമറയുടെ കാര്യം പറഞ്ഞ്. ഇവരെല്ലാം വരുമ്പോഴും ഫോട്ടോ എടുക്കുന്നുണ്ട്, കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അന്ന് തന്നെ വൈകുന്നേരം വന്ന സാറുമാര് വന്നിട്ട് പറഞ്ഞു ക്യാമറ ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഷീന ബിനു എന്ന് പറഞ്ഞ വ്യക്തി വാർഡ് മെമ്പറും കൂടെ ആയാല് വീടിനകത്ത് കയറി വന്ന് എന്റെ മൂത്ത മോനെ അടിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ എന്നെ ഭീഷണിപ്പെടുത്തി. നിന്നെ ഒളിക്യാമറ കേസ് വെച്ചെന്നും പറഞ്ഞിട്ട് കേറ്റാവുന്നിടത്ത് എല്ലാം കേറ്റും, നിന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കത്തില്ല, നിന്നെ വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്റെ മോൻ പറഞ്ഞു ഇവിടെ ഒളിക്യാമറ അല്ല ആന്റി വെച്ചേക്കുന്നത്, ഞങ്ങൾ കാണുന്ന രീതിയിലുള്ള ക്യാമറ. അതിനെ ചൊല്ലിയുടെ പൊറ്റ പൂ മോനെന്ന് വെച്ച് കൈയൂങ്ങിയത് എന്റെ മോനെ അടിക്കുക. എന്റെ വീടിനകത്ത് വെച്ചാണ് അവൾ ചെയ്തത്. ഒരു മെമ്പർ ചെയ്യേണ്ട കാര്യമാണോ അത്? മെമ്പറെ അധികാരത്തിലേക്കുന്നത് ആങ്ങളയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനല്ല. അതൊന്നാമത്. അതിനെ തുടർന്ന് ഞാൻ പിറ്റേന്ന് സ്റ്റേഷനിൽ ക്യാമറയുടെ വിഷല് കാണിക്കാൻ വന്നപ്പം ഇവിടെ ഇരുന്ന CA പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ക്യാമറയുടെ വിഷല് കാണണ്ട, ഈ ക്യാമറ എടുത്ത് നിന്നെ ഞാൻ റിമാൻഡ് ചെയ്യുമെന്നാണ് എന്റെ ഭർത്താവിനോടും എന്നോടും പറഞ്ഞത്, CA സാർ പറഞ്ഞത്. അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് നീതിയില്ലെന്ന് വെച്ചാൽ പരാതി തരാൻ പറഞ്ഞു. എന്റെ മോനും ഞാനും ഈ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അതിന് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ജനുവരി 25-ാം തീയതി വന്ന് ഇവരുടെ ഒരു ആങ്ങള ഞങ്ങളുടെ വീട്ടിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും ഉള്ള സമയത്ത് വീടിനകത്ത് കയറി വന്ന് എന്റെ മുറ്റത്ത് കയറി വന്ന് എന്നെ അസഭ്യം പറഞ്ഞ് മുണ്ടുമൊക്കെ കാണിച്ചു. എന്നിട്ട് കല്ല് പറക്കി എറിയാൻ ശ്രമിച്ചു. അതിന് ചോദ്യം ചെയ്യാൻ ഇറങ്ങി വന്നപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തപ്പോഴത്തേക്കും ഇവൻ വെളിയിൽ ചാടിയിട്ട് നീ അന്നോടി വീഡിയോ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി. അങ്ങനെ ചെയ്ത് അതും ഞാൻ ഇവിടെ കേസ് കൊടുത്തു. അവൻ എന്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. അവൻ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നാൽ മതി. ഇവ എന്റെ വീട്ടിൽ വന്നു എന്റെ പൊടിക്കുഞ്ഞിനെ എടുത്ത് എറിയാൻ തുടങ്ങിയപ്പോ എന്റെ ഭർത്താവ് അവനെ അടിച്ചു. അത് സത്യമുള്ള കാര്യമാണ്. അവൻ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോഴാണ് എന്റെ ഭർത്താവ് എന്നെ കൈവച്ചത്. സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് ആരും നോക്കിയില്ലല്ലോ. അങ്ങനെ കൈവച്ചു. അതുപ്രകാരം ഇവിടെ കേസ് വന്നപ്പോഴും അവനെ അടിച്ചു എന്നത് മാത്രമാണ് തെളിവ്. നമ്മുടെ വീട്ടിൽ കയറി വന്നത് അതിന് തെളിവില്ലെന്നും പറഞ്ഞാൽ അതും സാമട്ടിലങ്ങ് മൊഴിയെടുത്തു വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം നമ്മുടെ ഈ കൂടൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അന്ന് അതിനു മുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഈ ബൈജുവിന്റെ വിഷയം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അത് പ്രകാരം DYSP ഓഫീസിൽ വിളിപ്പിച്ച് ഈ ഷീനാബിന് തന്നെയാണ് ഞങ്ങൾ ഇനി ഒരു പ്രശ്നത്തിന് പോകത്തില്ലെന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചെന്നും പറഞ്ഞാൽ അവിടുത്തെ ഓഫീസറെ ബിജു സാറ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. അതും പ്രകാരം ഞങ്ങളും ചെന്ന് ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങളും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്നും പറഞ്ഞ് ഞങ്ങളും പ്രശ്നം ഇല്ലത്തിലും ഒപ്പിട്ട് കൊടുത്തു. അതിന്റെ പിറ്റേന്ന് മുതൽ ഇവർ പിന്നെയും ഞങ്ങളുമായിട്ട് ഉടക്കാനെ കൊണ്ട് ഞങ്ങൾ മാക്സിമം കയറി കഥ പടച്ച് അതിനകത്ത് തന്നെ ആയിരുന്നു. ഇറങ്ങത്തില്ല, ഇവരെന്ത് പറഞ്ഞാലും ഇറങ്ങാതെ തന്നെ ഇരുന്നു. കൂടുതൽ ഉത്സവത്തിന്റെ അന്ന് ഗാനമേള 22-ാം തീയതി അന്ന് ഞങ്ങൾ ഗാനമേള കാണാൻ പോയി 9 മണി കഴിഞ്ഞപ്പം. രാത്രി 12 മണിക്ക് മുന്നായിട്ട് അവിടെ അടി നടന്നതിനെ ചൊല്ലി ഞങ്ങൾ പോവാന്നും പറഞ്ഞത് പോലീസുകാരുടെ അടുത്ത് തന്നെ ഞങ്ങൾ നിന്നതും. പോവാന്നും പറഞ്ഞാൽ 6 പേർക്ക് സ്കൂട്ടി വരാൻ പറ്റാനും കൊണ്ട് എന്റെ മൂത്ത മക്കളെ 2 പേരെ ആ വെയിറ്റിംഗ് ഷെഡ് ഇരുത്തിയിട്ട് 2 കുഞ്ഞുങ്ങളെ എന്നെയും കൊണ്ട് വീടിന്റെ റോഡിൽ കൊണ്ടുവിട്ടു. റോഡിൽ കൊണ്ടുവിട്ട് തിരിച്ച് ഈ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോയ സമയത്ത് ഈ അയൽവാസിയായ ഉഷ എന്ന് പറഞ്ഞ അവളും റീനയും കൂടെ എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെ ചീത്ത വിളിച്ചു. അത് പറഞ്ഞ് ഈ അപേക്ഷകളെ വിളിക്കുന്ന പോലത്തെ ചീത്ത വിളിച്ച് എന്റെ ഭർത്താവാണ് ഈ വണ്ടി തേരിയുടെ മേളിൽ ചവിട്ടി നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോ ഈ അനിയും മകനും കൂടെ അസഭ്യം പറഞ്ഞ് കത്തിയെടുത്ത് വണ്ടിക്കകത്തുനിന്ന് കത്തിയെടുത്തപ്പോഴത്തെ എന്റെ മൂത്ത മോൻ കരഞ്ഞോണ്ട് പറഞ്ഞു അച്ഛൻ ഇവിടെ ആളും പേരുമില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിനോട്ട് വന്ന് ഞങ്ങൾ വീട്ടിൽ കയറിയപ്പോ ഞാൻ പറഞ്ഞാ ഇവര് വഴക്കിനാ ഇപ്പൊ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ പ്രതികരിക്കുമെന്ന് അറിയാം, നമുക്ക് കയറി കഥ പടയ്ക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേരം തന്നെ കയറി കഥ പടച്ചു. പിറ്റേന്ന് രാവിലെ 9 മണിക്കാണ് ചേട്ടൻ പിന്നെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുന്നത്. പോലീസുകാർ വന്ന് കതവിന് തട്ടി കതവ് തുറക്കെന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം കഴിഞ്ഞപ്പോഴും നമ്മൾ കതവ് തുറന്നത്. ഇവര് വന്ന് ആദ്യം അവരുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് ചീത്ത വിളിച്ച് നമ്മൾ ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഇവറ്റകൾ ഒരു 10-18 പേര്
കുറച്ചുപേരെ നമുക്കറിയാം, 5-6 പേരെ നമുക്കത് അറിയത്തില്ല. ഈ ആണുങ്ങൾ വന്ന് ഇവരെല്ലാം കൂടെ വീട്ടിൽ കയറി വന്ന് ക്യാമറയും ടാർപ്പയും അവിടെ ആഹാരത്തിന് വെച്ചിരുന്ന ചീനിയും കാര്യങ്ങളും മൊത്തം നശിപ്പിച്ച്, മെയിനായിട്ട് ക്യാമറ തല്ലി നശിപ്പിച്ച് അനിൽകുമാറിന്റെ ഭാര്യയാണ്. ക്യാമറ നശിപ്പിച്ച്. അനിൽകുമാറിന്റെ മകനാണ് ക്യാമറ എടുത്ത് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തത്. അത് ഞങ്ങൾ വ്യക്തമായിട്ട് CCTV ആ ദൃശ്യം പ്രകാരം നമ്മൾ DYSP ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ സാറില്ലാത്തതിന്റെ പേരിലാണ് കൂടുതൽ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞത്. ഇവിടെ വന്നിട്ടും ആ പരാതിയിൽ അന്ന് ആക്ഷൻ എടുത്തിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഈ റീനയും അനിലും എന്നെ അസഭ്യം പറയുമായിരുന്നു. ഞാൻ ആരാണ്ടെയൊക്കെ പിടിച്ച് പെരക്കകത്ത് കയറ്റാൻ വേണ്ടി എന്റെ ഭർത്താവ് എന്നെ കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളെ മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞു. ഇത് പറയുന്ന മൊത്തം വേറും ഇല്ല വൃത്തിയായിട്ട രീതിയിൽ ഈ ഉഷയായാലും ഉഷയുടെ മക്കളായാലും ഈ അനി റീന ഇവരൊക്കെ പറയുന്നത്. ഞങ്ങളുടെ അയൽക്കാരെ ഈ ഉഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വലത് സൈഡിൽ താമസിക്കുന്നു. ഈ അനിൽകുമാർ ഇടത് സൈഡ്. ഈ അനിൽകുമാറിന്റെ വീട് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ടാണ് ഈ ഉഷയുടെ വീട്. ഞങ്ങളുടെ ഈ അനിൽകുമാറാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം ഇടുന്നത്. കേസുകൾ ഈ ഇവിടത്തിന്റെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പേര് അത് ഈ മിനിഞ്ഞാന്ന് ഈ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കി 24-ാം തീയതി ചീത്ത വിളിച്ചതിനെ തുടർന്ന് ഞാൻ പറഞ്ഞു, നമുക്കറിയാവുന്ന കുറെ പേരുമായിട്ട് വേറൊരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ അത് ഇവിടെ അറിയിച്ചതിനെ തുടർന്ന് ഒരു പരാതി കൊണ്ടുവരാൻ പറഞ്ഞു. അതിന്റെ പേരിൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി. അന്നേരം ഇവിടെ വന്നിരുന്ന സാറുമാർ പറഞ്ഞ ക്യാമറ വിഷ്ണു എടുത്ത് മാറ്റിയെന്നാണ്. വീട്ടിൽ വന്ന അന്വേഷണത്തിന് അന്ന് രാത്രി വന്ന പോലീസുകാർ പറഞ്ഞു വിഷ്ണു ക്യാമറ എടുത്ത് മാറ്റിയതാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സേഫ്റ്റിക്ക് വെച്ചേക്കുന്ന ക്യാമറ ഞങ്ങൾക്ക് വിഷയം കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. കാര്യം ഫ്രണ്ട് ക്യാമറയിലെ വിഷ്വല് കാണിക്കാമെങ്കിൽ പിന്നെന്താ ആ ക്യാമറ കാണിച്ചാല് അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുത്തെ CSR പറഞ്ഞു നിങ്ങൾ അവിടെ പോയി ഫോട്ടോ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഫോട്ടോ എടുത്തോണ്ട് വന്ന സാറും അന്നേരം ക്യാമറ നമ്മൾ മാറ്റിയതായിട്ട് വരുത്തി തിരിക്കാൻ നോക്കി. ഞാൻ അന്നേരം ആ വീഡിയോയില് സൂം ചെയ്ത് ദൃശ്യം കാണിച്ചു കൊടുത്തു. അങ്ങനെ ബാക്കി മൊഴി കൊടുക്കാൻ പറഞ്ഞു. ബാക്കി മൊഴി കൊടുത്തു, വീട്ടിൽ പറഞ്ഞു വിട്ടു. രാത്രി 10:30 ആയപ്പോഴാണ്, അതും 10:30 വേറൊരു സാറ് ഒരു ഓട്ടത്തിന്റെ കാര്യം പിടിച്ച് സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ ഈ വിഷയം എടുത്തിട്ടപ്പോഴാണ് അതിന്റെ പുറകിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ മെസ്സേജ് വന്നത്. അല്ലാതെ ഇതിനു മുന്നേ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ DYSP ഓഫീസിൽ പോയതാണ്. ഇന്ന് രാവിലെ സാറിനെ കാണുമെന്ന് പറഞ്ഞ് സാറുമായിട്ട് പോയി സംസാരിച്ച് അത് പോയിട്ട് വന്നു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഇവിടുത്തെ സാറുമാര് തെളിവെടുപ്പിനായിട്ട് വീട്ടിൽ വരികയും ചെയ്തു. അതിനുശേഷമാണ് ഈ വൈകിട്ട് എന്റെ മൂത്ത മകൻ കാണുകയും ചെയ്തു. എന്റെ മൂത്ത മകൻ ഒരു 8:15 കടയില് നമ്മുടെ ഗാന്ധി ജംഗ്ഷനി കടയില് പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇവര് വെട്ടമില്ലാതെ 3 സെക്ഷനായിട്ട് ഒളിഞ്ഞിരിക്കുന്ന എന്റെ മോൻ കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് ഊഹം പോയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിനോട് ആ സമയത്ത് ഇറങ്ങി വരാൻ പറയില്ലായിരുന്നു. ഭർത്താവ് വന്ന വഴിക്കാണ് ഇവരെ വീടിന്റെ തൊട്ട് മേളിൽ വെച്ച് തടഞ്ഞ് ഭർത്താവിനെ മർദ്ദിച്ചിട്ട് ഭർത്താവ് ഓടുമായിരുന്നു വണ്ടിക്കകത്ത്. ഈ വിഷയം നടന്ന അന്ന് മുതൽ അന്ന് അടി ഉണ്ടാക്കിയ 5-6 ആണുങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ആളുമാരും അപ്പുറം ഇപ്പുറമായിട്ട് അവിടെ തന്നെ ഉണ്ട്. CCTV ദൃശ്യമുണ്ട്. ഈ 23-ാം തീയതി വീട് കയറി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളുണ്ട്. ക്യാമറ നശിപ്പിക്കുന്നതിന്റെ എല്ലാ ദൃശ്യങ്ങളും അതിനകത്തുണ്ട്. പോസ്റ്റ് ചെയ്യണം. ഉണ്ട്. ഇവർ ഈ വന്നവരുടെ എല്ലാം വീടുണ്ട്. മെമ്പർ ഇരിക്കുന്നതിന്റെ പകരമാണ് ആ ക്യാമറ അവരെടുത്തോണ്ട് പോയത്. ആ ക്യാമറ കിട്ടിയ മെമ്പറുടെ ദൃശ്യം അതിനകത്തുണ്ട്. ഈ വാർഡ് മെമ്പർ ആ സമയത്തും വാർഡ് മെമ്പർ അവിടെ ഉണ്ട്. വാർഡ് മെമ്പർ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന അല്ലാതെ പിന്തിരിപ്പിക്കുമല്ല. അവരുടെ സാന്നിധ്യമായിരുന്നു ഇവിടെ നേതൃത്വത്തിൽ നിന്നത്. അന്ന് ഈ ബൈജു കയറി വന്നപ്പോഴും ഇവർ ആങ്ങളെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഈ മെമ്പറാണ് നേതൃത്വം നിന്നത്. അല്ലാതെ പ്രശ്നം പരിഹരിക്കാനെന്നുള്ള രീതി ഇതുവരെ മെമ്പർ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അവർക്കാണ് സംരക്ഷണം. ഞങ്ങൾക്ക് സംരക്ഷണമല്ല. എപ്പോ വന്നാലും നമ്മൾ അവിടുന്ന് മാറുക, ഞങ്ങൾ അവിടുന്ന് അല്ലെ വേറെ ആരെങ്കിലും വീട്ടിൽ പോയി താമസിക്കുക, നിങ്ങൾക്ക് അവിടെ പറ്റത്തില്ല എന്നുള്ള സംസാരം മാത്രമാണ്. ഇപ്പം ഈ പോലീസുകാർ കറക്റ്റ് രീതി കേസ് എടുത്തിരുന്നെങ്കിൽ അന്ന് ആദ്യം കൊടുത്ത കേസ് എടുത്ത് വേണ്ട നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വിഷയങ്ങൾ വരില്ല. നമ്മളിപ്പോ ഉള്ളിൽ കയറി പോലീസിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞിരുന്നു ഇതേപോലെ നേരത്തെ ഒരു കേസിൽ FIR ഇട്ടിരുന്നു, പിന്നെ ഇപ്പം മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. മൊഴിയെടുക്കാൻ വിളിച്ചിരുന്ന സമയത്ത് ഇവരെ ആദ്യം വിളിച്ച് ഇവരുടെ മൊഴി എടുത്തതിന് ശേഷമാണ് നമ്മളെ വിളിക്കുന്നത്. ഞാൻ അതിനു മുന്നേ സ്റ്റേഷനിൽ വിളിച്ചു. സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നപ്പോഴും ഈ റീനയും അനിൽകുമാറും അവിടെ നിന്ന് സംസാരിക്കുന്നു. ഞാൻ അന്നേരം പോലീസുകാരോട് പറഞ്ഞു, കണ്ട സാറേ ഇപ്പോഴും ഈ അനിൽകുമാറും തിരിച്ച് പോലീസുകാർ വന്നപ്പോഴും ഇവരവിടെ ഉണ്ട്. ഇവരവിടെ നിന്ന് കാര്യം പറയുന്നത് സാറുമാർ കണ്ടിട്ടാണ് വരുന്നത്. അപ്പൊ ഇനി എന്താ തീരുമാനം? ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇത് കഴിഞ്ഞ മാസം 6-ാം തീയതി മുതൽ തുടങ്ങിയ പ്രശ്നമാണ്. അത് ഈ മെമ്പർ സ്ഥാനം എടുക്കുന്നതിന് മുന്നേ വണ്ടിയുടെ വിഷയം പറഞ്ഞായിരുന്നു പ്രശ്നം. സ്റ്റേഷനിൽ കേസ് തുടങ്ങിയിട്ട് 6-ാം തീയതി 7-ാം തീയതി 9-ാം തീയതി തൊട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ കേസുമായിട്ട് മുഖ്യമന്ത്രിക്ക് വരെ ഞങ്ങൾ കേസുമായിട്ട് പോയി. അവിടെ ഒത്തുതീർപ്പെന്നുള്ള രീതിയിൽ ഇവര് തന്നെ പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് എഴുതി വെച്ചു. ഇവര് തന്നെ മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ച് നമ്മളെ മനഃപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കുക. ഞങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കാനെ കൊണ്ടാണ് നോക്കുന്നത്. അന്നേരം ഞങ്ങളെ അവിടെ ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് എന്ത് നേടാനാണ് അന്നേരം അവിടെ അതിനൊക്കെ കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ട്. ആ വീട്ടിലും ഈ 2 കൂട്ടരുടെ വീട്ടിലും മറ്റു പല കാര്യങ്ങളും നടക്കുന്നതിന്റെ പേരിലാണ് നമ്മുടെ ക്യാമറ മാറ്റണമെന്നും നമ്മളെ അവിടുന്ന് ഒഴിവാക്കാനും ഇവർ ഇത്രയും തിടുക്കപ്പെടുന്നത്. അതും ഈ പെങ്ങള്, അതായത് ഈ അനിൽകുമാറിന്റെ പെങ്ങളാണ് ഈ 4-ാം വാർഡ് മെമ്പർ.
ഈ കൂടൽ പഞ്ചായത്തിലെ പാലാമാട് മെമ്പർ അനിൽകുമാറിന്റെ പെങ്ങള് ഷീന, ഇവള് മെമ്പർ സ്ഥാനം ഏറ്റപ്പോൾ മുതലാണ് അവിടെ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായേക്കുന്നത്. ഇവളാണ് അതിന് മുൻനിരയിൽ നിൽക്കുന്നത്. ഈ പ്രശ്നം ഉണ്ടായി അവിടെ നിൽക്കുന്ന ആ സ്പോട്ടിൽ അവൾ അവിടെ ഉണ്ട്. പക്ഷെ പിന്നീടല്ല അവള് വരുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ട്. അന്നേരം അവളുടെ സാന്നിധ്യത്തിൽ തന്നെ സാമാന്യം ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്ന കാര്യം തന്നെ ഉള്ളതല്ലേ സാർ? അതൊന്നും ഇപ്പൊ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ അവിടെ കിടത്തത്തില്ല, ഞങ്ങളെ കൊല്ലുമെന്നുള്ള ഭീഷണി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത് കാണിച്ച് തന്നെയാണ് ഞാൻ പലയിടത്തും പരാതി കൊടുത്തിരുന്നത്. ഒരു കാരണവശാലും ഇപ്പൊ ഞാൻ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന്റെ പേരിലും ഇന്ന് അതിനെ ചൊല്ലിയാണ് എന്റെ ഭർത്താവിനെ അവർ മർദ്ദിച്ചേക്കുന്നത്. വിളിക്കുന്ന അസഭ്യം വിളി പെറ്റ തള്ള സഹിക്കത്തില്ല കേട്ട് കഴിഞ്ഞ. അമ്മാതിരി അസഭ്യം വിളിയാണ് വിളിക്കുന്നത്. ഈ 4 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് ഇനി നിവൃത്തി, ഇവിടുന്ന് നീതി കിട്ടില്ല. ഇതിന് മുന്നിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഇനി ഞങ്ങൾക്ക് അതേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. ഇവര് ഞങ്ങളുടെ ശവം തിന്നണം. എന്താന്ന് വെച്ചാൽ ഒരു സ്വന്തം മോൻ മരിച്ചിട്ട് ഇപ്പൊ 2 മാസം ആവുന്നതേ ഉള്ളൂ. ആ ഒരു സ്വന്തം സഹോദരൻ, ആ അമ്മയുടെ സ്വന്തം മോൻ, മൂത്ത മോൻ ഇതേ പ്രശ്നത്തില് എന്റെ കുഞ്ഞിനെ കൊല്ലുമെന്നാണ് ആ തള്ളയുടെ മാനസികാവസ്ഥ എന്താ? അതുപോലെ എന്റെ അമ്മായിയും, അതായത് എന്റെ ഭർത്താവിന്റെ അമ്മ വീട്ടിൽ വന്നപ്പം ഈ സ്റ്റേഷനിൽ നിന്ന് വന്ന സാറുമാര് പറഞ്ഞു അവരവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അതേസമയം ഞാൻ ചോദിച്ചു അവരുടെ വീട്ടിൽ വന്നവർ ഇറങ്ങാനേന്ന് ചോദിച്ചപ്പോ വാർഡ് മെമ്പർ ചോദിച്ചത് അത് നീ എന്തിനാ തിരക്കുന്നേന്ന്. അന്നേരം അവരുടെ വീട്ടിൽ ആൾക്കാർക്ക് കൂടെ അവരുടെ വീട്ടിൽ ആർക്കും വരാം, എന്റെ വീട്ടിൽ ആരും വരരുത്. എന്റെ വീട്ടിൽ ആര് വന്നാലും എന്നെ ഇത് ചെയ്യാൻ വന്നതാ. അങ്ങനെയാണ് സംസാരം. എന്റെ കുഞ്ഞുങ്ങളും വളർന്നു വരുമല്ലോ, അവർ തന്നെ പറ്റിയല്ലേ ഈ അസഭ്യം പറയുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഞാൻ വല്ലവന്റെ കൂടെ പോയതിന്റെ തെളിവ് കാണിച്ചോണ്ട് വന്നിട്ട് ഇവർ ചോദ്യം ചെയ്യാൻ പറ. എന്റെ വീട്ടിൽ ഞാൻ വല്ലവന്റെയും കൂടെ കിടക്കുന്നതിന്റെ തെളിവ് കാണിച്ചിട്ട് ഇവർ ചോദ്യം ചെയ്യാൻ പറ. അത് ന്യായമായ കാര്യം. ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എന്തിന്? ഞങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് എന്ത് നേടാന്? ഇതൊക്കെ ഞങ്ങളെ വെട്ടും കൊല്ലും എന്ന് പറഞ്ഞ് പാലെടുത്ത. എന്നിട്ട് ഞങ്ങളുടെ വീട്ടുമായിട്ട് ഇത് കണ്ടോണ്ട് എന്നൊരു ചെറുക്കന്റെ വീട്ടില് ചെന്ന് പറഞ്ഞു, നീ ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കരുത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ പന്നലായിപ്പോ എന്ന് പറഞ്ഞിട്ട് അവരോട് തന്നെ പറഞ്ഞു. അവന് ഞാൻ കൊടുക്കാതെ ഞാൻ മാറത്തില്ല. ഈ അനിൽകുമാർ പറഞ്ഞതാണ്, അവനെ ഞാൻ കൊടുക്കാതെ ഞാൻ മാറത്തില്ല. അതായത് 23-ാം തീയതി അന്ന് രാവിലെ ഈ വെളുപ്പിനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ അന്ന് 9-10 മണി കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞതാ, അവന് ഞാൻ കൊടുക്കാതെ ഞാൻ മാറത്തില്ല, അവനെ ഞാൻ കൊടുത്തിരിക്കും എന്നവൻ പറഞ്ഞതാണ്. അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈ അനിൽകുമാർ ചെന്ന് പറയുന്നതിന്റെ. ഇത്രയൊക്കെ തെളിവുണ്ടായിട്ട് എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവരെ ഏത് കേസ് എടുക്കുന്നില്ല? പറ. ഇതൊക്കെ ചോദ്യങ്ങൾ. ഇതിവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഇവിടെ വന്ന് അവർ കൊല്ലിയോ അടിക്കുകയോ എന്ത് നാട്ടുകാർ പ്രതികരിക്കുമല്ലോ, പോലീസുകാർ പ്രതികരിക്കത്തില്ല. അന്നേരം നാട്ടുകാരെങ്കിലും ഇനി പ്രതികരിക്കട്ടെ. ഞങ്ങൾക്ക് നീതി കിട്ടാൻ ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ ആവശ്യം അംഗീകരിക്കാൻ ഞങ്ങൾ പോകത്തില്ല. ഇത്രയും നാളെ ഞങ്ങൾ ക്ഷമിച്ചു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടും വായിക്കാം. എന്റെ മൂത്ത മകൻ, എന്റെ ഏറ്റവും ഇളയ മോൻ മരിച്ചിട്ട് ഇന്നിപ്പം 2 മാസം തികഞ്ഞിട്ടില്ല. ഈ മോനെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കണം? ഒരു കുഞ്ഞ് തളർന്നു കിടക്കുന്നതാ. ഞാൻ ഈ കുഞ്ഞിനെ ഉദ്ദേശിച്ചിരിക്കുന്നതാ. ഞാൻ എങ്ങനെ ജീവിക്കണം? ഏത് തരത്തിൽ ഞാൻ ജീവിക്കണം? ഈ നാട്ടുകാരും ജനങ്ങളും പറഞ്ഞു തരണം ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്. ഈ മെമ്പറിന് ഇത് കൊള്ളാമോ? ഞാൻ അതേ ചോദിക്കുന്നുണ്ട്. ഈ മെമ്പർ കാണിക്കുന്ന ശരിയാ തെറ്റോ? കാണിക്കുന്ന വളരെ തെറ്റാ. കാരണം എന്ന് വെച്ചാൽ മെമ്പർ സ്ഥാനം വഹിച്ചിട്ടുണ്ടെങ്കിൽ 2 കക്ഷികളെയും അപ്പുറം ഇപ്പുറം മാറ്റി നിർത്തിയിട്ട് പറയണം, നിങ്ങൾ 2 കൂട്ടരും ഇവിടെ വഴക്കുണ്ടാക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞങ്ങളുടെ നാട്ടിലും ഉണ്ട് മെമ്പർ. ഞാൻ അസുഖക്കാരിയാ, എനിക്ക് സുഖമില്ലാത്ത, എനിക്ക് ആസ്മയുടെ അസുഖമൊക്കെ ഉണ്ട്. അവന്റെ അച്ഛനും ആസ്മയുടെ അസുഖക്കാരനാ. ഒരു കുഞ്ഞ് തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞാ. ഈ ലോകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ കുഞ്ഞ് കിടക്കുന്ന കിടപ്പിൽ അതിനെ ഒറ്റയ്ക്കിട്ടാ ഞാൻ ഇവിടെ വന്നേക്കുന്നത്. എനിക്ക് ആരുമില്ല. എന്റെ കുഞ്ഞിനെ മാത്രം നോക്കി ഞങ്ങൾ ജീവിക്കുന്ന. എന്റെ നല്ലൊരു മരുമ മോൻ മരിച്ചിട്ട് 2 മാസം ആവുന്നു. 2 മാസം ആയില്ല, ഈ മാസം അടുത്ത മാർച്ച് 6 ആവുമ്പോഴേ അവ 2 മാസം ആവത്തുള്ളൂ. പിന്നെ ഇവന്റെ സംസാരം എന്ന് വെച്ചാൽ ഇവൻ വെറും പാവ സാധുവായ, അവൻ ആർക്കും ഒരു സഹായിയ. ഞാൻ എന്റെ കുഞ്ഞിനെ കാത്തിരിക്കുന്നതാ. ഈ ജനങ്ങളെല്ലാം എന്റെ ഇത് കണ്ട് ഈ ജനങ്ങൾ ഈ മെമ്പറോട് ചോദിക്കാനാണ് വരുത്തണേ ദൈവമേന്ന് ഞാൻ പറയുന്നത്. അവരുടെ വീട്ടിലൊരു കുഞ്ഞ് മരിച്ചാൽ അവർക്ക് എണ്ണം ഉണ്ടാവൂ? ഇവരെന്തിനിത് കാണിക്കുന്നു? ഞാൻ അതേ ചോദിക്കുന്നു. എന്തിനാ ഇവരിത് കാണിക്കുന്നേ? ഒരിക്കലും ഇത് ശരിയല്ല. അവരുടെ വീട്ടിലൊരു ദുഃഖം വരുമ്പോൾ അവർ തീർച്ചയായിട്ടും വിചാരിക്കും അവരുടെ വീട്ടിൽ ഇതുപോലെ ദുഃഖം വന്നതല്ലോ, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ദുഃഖം വന്ന് അത് നമ്മൾ സഹനം ചെയ്ത് പോകണമെന്ന് ഈ മെമ്പർ വേണം തീരുമാനിക്കേ. ഏത് സ്വന്തക്കാരായാലും പെറ്റ തള്ളയായാലും നീതിക്ക് നിക്കണം, അതാ വേണ്ടുന്നത്. ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും വഴക്കുകളും ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ എന്റെ മകന്റെ വീട്ടിൽ ചെന്ന സമയത്ത് എന്നെ കൂടൽ പോലീസുകാർ ഇറക്കി വിടുക ചെയ്തത്. നിക്കണ്ട ഇവിടെ നിക്കണ്ട, ആളുകൂടി നിക്കരുത്. അത് ഞാൻ പെറ്റ തള്ളയല്ലയോ? എനിക്ക് 50 വയസ്സുണ്ട്, ഞാൻ പെറ്റ തള്ളയല്ലയോ? അവരുടെ കാര്യം മാത്രം കേട്ടെന്തിനാ ജീവിക്കുന്നത്? ആർക്കും നീതി എപ്പോഴും ആവശ്യമാണ്. ഈ നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടത് എന്തോന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെയ്തിരിക്കും. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകത്തുള്ളൂ. എന്റെ വയ്യാത്ത കുഞ്ഞിനെ കാണാൻ പോകുന്നത് അതേ ഉള്ളൂ. ഞാൻ 2 കൽപ്പിച്ചു വന്നേക്കുവാ.
ഒന്നേ പുല്ല് മരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു നീതി അവർ കാണിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാൻ പോയി. എന്ത് സംഭവിച്ചാലും ഈ മെമ്പറുടെ ആങ്ങളെയും അവരുടെ നാത്തനും കൂടെ വേണം ഇതിന് സമാധാനം പറയാനൊക്കെ ഉണ്ട്. എന്റെ ശവം മിക്കവാറും അവർ തിന്നിരിക്കും.